കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നാഗിനി, അത് വെളിയിലെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? നിങ്ങളിപ്പോ കാണുന്ന അർജുന്റെ രൂപത്തിലുള്ളത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളിപ്പോ ഈ ശ്രീചക്രത്തെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ അർജുനല്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. നീ ആരാണെന്ന് പറയാ. ഞാൻ പറഞ്ഞില്ലെങ്കിലോ? ഞാൻ വിഷപ്പാമ്പാണെന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ? നിന്നെ കുത്തി ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞില്ലെങ്കിലും ശരി, പറഞ്ഞാലും ശരി, നിങ്ങളെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാ ഇപ്പൊ കണ്ടോ? പമ്പടോ പമ്പടോ പടോ. ഹമ്പടോ ചമ്പടോ പടോ. ഇനി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ തന്നെ കാണിച്ചു തരാം. ഹമ്പടോ പമ്പടോ. നീയോ? അതെ, ഞാൻ തന്നെയാണ്. എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്. പക്ഷെ ഇവർക്ക് മനസ്സിലാക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാ, പാമ്പുകൾക്ക് മനുഷ്യനെ മാത്രമേ കൊല്ലാൻ കഴിയൂ. എന്നെ പോലുള്ള ആത്മാക്കളെ കൊല്ലാൻ കഴിയില്ല.
അതറിയാതെയാണ് വന്നത്. രണ്ടും ഇപ്പോൾ എന്റെ വലയിലേക്ക് വീണു. ഇവരൊക്കെ മനുഷ്യരൂപത്തിലെന്നല്ല, ഇനി പാമ്പിന്റെ രൂപത്തിലായാലും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ ഭക്തയായ ഭവാനിക്ക് എന്തോ വലിയൊരു ആപത്തുണ്ടാകാൻ പോകുന്നെന്ന കാര്യം ഞാൻ അറിഞ്ഞു. നിന്റെ ആ മോഹം നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെ അവളെ നിങ്ങൾ രക്ഷിക്കുന്നത്? ഒരിക്കലും നടക്കാത്ത സ്വപ്നം. ഏയ്, ആ. അർജുൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നാളത്തെ ദിവസം എനിക്കെന്റെ രൂപം വേണം. എങ്ങനെയെങ്കിലും അമൃതം എനിക്ക് ലഭിക്കണം. എനിക്ക് തിരിച്ചെന്റെ രൂപത്തിലേക്ക് മാറണം. മാറിയേ മതിയാകും. ഏതോ സ്ത്രീ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ഇവിടെ ഞാനും അർജുനും അല്ലാതെ മറ്റാരും ഇല്ലല്ലോ. അപ്പോ ഞാൻ കേട്ട സ്ത്രീ ശബ്ദം ആരുടേതാണ്? അർജുൻ, എന്തിനാ ഇവിടെ നിൽക്കുന്നത് അർജുൻ? എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? എന്തു പറ്റി അർജുൻ? അർജുൻ, ഈ ആത്മാവെന്നോ അമൃതമെന്നോ ഏതോ ഒരു സ്ത്രീ പറയുന്നത് പോലെ ഞാൻ കേട്ടല്ലോ. ഇവിടെ അർജുനെ കൂടാതെ മറ്റാരുമില്ലല്ലോ. അർജുൻ ആ ശബ്ദം കേട്ടായിരുന്നോ? ഞാനൊന്നും കേട്ടില്ല. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? അത് പിന്നെ അർജുൻ, നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥലത്താ ഉള്ളത്. എന്നിട്ട് ഞാനത് കേട്ടു. പക്ഷെ അർജുൻ അത് കേട്ടില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ഞാനൊന്നും കേട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അതിപ്പോ കേട്ടു എന്ന് പറഞ്ഞാ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പാവം, വീട്ടിലെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് അർജുൻ അത് പൊരുത്തപ്പെടാനാവില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാ ദൈവത്തിൽ പോലും വിശ്വാസം ഇല്ലാന്ന് അർജുൻ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കോ ഇങ്ങനെ ഡിസ്റ്റർബ് ആയിരിക്കുന്നത്? അർജുൻ, അർജുൻ, ഞാൻ ഒരിക്കലും നിന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതേയല്ല. നീ തിരികെ വന്നതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അർജുൻ. നീ വേറൊന്നിനെ കുറിച്ച് ആലോചിക്കണ്ട. നമ്മുടെ അപ്പച്ചിയുടെ നില വളരെ മോശമായി തുടരുകയാണ്. അർജുൻ, എന്തു പറ്റി അർജുൻ? എന്നോട് ഇഷ്ടമില്ലാത്തതുപോലെ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നേ? ആദ്യമായിട്ടാണല്ലോ നീ ഇങ്ങനെ എന്നോട് കാണിക്കുന്നത്. എന്തു പറ്റി അർജുൻ? എന്താ ഇങ്ങനെ നിൽക്കുന്നത്? എന്തോ ടെൻഷനുള്ളതുപോലെ എന്തിനാ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നത്? എനിക്കിത് കണ്ടിട്ട് പേടിയാവുന്നു അർജുൻ.
എന്താ ഒന്നും സംസാരിക്കാത്തത്? എന്തെങ്കിലും ഒന്ന് പറയ അർജുൻ. അർജുൻ അർജുൻ അർജുൻ, ഭവാനി, രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എല്ലാവരും. അത് അർജുന് ഒന്നുമില്ല, അങ്ങ് വരും. നീ വാ വാ അർജുൻ, നീ വരണം കേട്ടോ. ഭവാനി വാ. മോളെ കൗസല്യേ, എല്ലാരും ഒക്കെ എവിടെയാ മോളെ? ആരും കാണുന്നില്ലല്ലോ. കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്, വരും മുത്തശ്ശി. ഭവാനി, കിച്ചണിൽ പ്രസാദം വെച്ചിട്ടുണ്ട്, പോയി എടുത്തിട്ട് വാ. അർജുൻ വാ, ഇവിടെ ഇരിക്കുക. അർജുനെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ആ മാമൻ ഈ വഴി പോയപ്പോ ദേ ഈ കണ്ണാടിയിലുണ്ടല്ലോ വേറൊരു രൂപം പോലെ കണ്ടു. നീ എന്താടാ പറയുന്നത്? സത്യമാ ചേച്ചി, മാമന്റെ മുഖം ഉണ്ടല്ലോ വലിയൊരു രാക്ഷസിയെ പോലെ പേടിപ്പിക്കുന്ന രൂപമായിരുന്നു. വീഡിയോ ഗെയിം കളിക്കുന്നത്, സിനിമ കാണുന്നത് നിനക്കിപ്പോ കൂടുതലാ. അർജുന നീ എങ്ങനെ വേറെ രൂപത്തിൽ കാണുന്ന പറയുന്നേ? ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിളിച്ചൊക്കെ പറയാണോ? ഞാൻ കള്ളം പറയുന്നതല്ല, മാമനെ ഞാൻ വേറെ രൂപത്തിൽ കണ്ടിരുന്നു. അതൊക്കെ നിനക്ക് വേറെ തോന്നുന്നതാ. ഇതാ നോക്ക്, കൊച്ചുകുട്ടി പറയുന്നത് വിശ്വസിക്കണ്ട കേട്ടോ. അതിരിക്കട്ടെ, ഈ സമയത്ത് എന്താ വീഡിയോ ഗെയിം കളിക്കുന്നേ? പോയി കിടന്നുറങ്ങാൻ നോക്ക്, പോ. മോള് പൊക്കോ. മൊബൈല് കണ്ട് കണ്ട് ഇപ്പൊ എന്ത് കണ്ടാലും അവന്റെ ഇഷ്ടത്തിന് ഓരോന്ന് വിളിച്ചങ്ങോട്ട് പറയുക. കൗസല്യ, നീ എന്താ പ്രസാദം ഉണ്ടാക്കിയിരിക്കുന്നത്? ഇന്നേലും വിശേഷമുണ്ടോ? ഇന്ന് പൂരിട്ടാതി വെള്ളിയാഴ്ചയല്ലേ, പൂജ ചെയ്തു, അതാ പ്രസാദം കഴിക്കാനായിട്ട് എടുത്തത്. ആ, വിളമ്പ്.
ആരാ ഇവിടെ ഈ പ്രസാദം കൊണ്ടുവച്ചത്? എനിക്കിപ്പോ ദൈവത്തിലൊന്നും ഒരു വിശ്വാസവുമില്ല. ഇതെനിക്ക് കൊണ്ടുവച്ചതാരാ? നിങ്ങൾ എന്തിനാ ഈ പ്രസാദം ഇവിടെ വെച്ചതെന്നു? ഇതെന്താ ഇങ്ങനെ? എന്താ അർജുൻ, എന്താ നിനക്ക് പറ്റിയത്? നീ തിരികെ ഇവിടെ എത്തിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. നിന്റെ പെരുമാറ്റത്തിൽ വളരെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. എന്തു പറ്റി അർജുൻ? അളിയ, എന്താ ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്? എന്തു പറ്റി? കഴിക്കാനായിട്ട് ഞാൻ വേറെന്തെങ്കിലും. എനിക്കൊന്നും കേൾക്കണ്ട. എന്താ ചെയ്യുന്നേ അമ്മേ? എന്താ ഇതൊക്കെ? അർജുൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? വീട്ടിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ കണ്ട് അവൻ ചിലപ്പോ അങ്ങനെ ആയതായിരിക്കും. നിങ്ങൾ ആരും അത് വലിയ കാര്യമാക്കാതെ കഴിക്ക്. നിങ്ങളൊക്കെ കഴിക്കുന്നേ. മോളെ ഭവാനി, ഇരിക്കും മോളെ. അതെ, ജം ചടാ ഭമ്മടാ ഓം ഭട്ട്. ഞാനിപ്പോ കാണുന്നത് അർജുനയല്ല, അർജുന രൂപത്തിലുള്ള മറ്റാരെയാണ്. വയറ്റിലോട്ട് പോട്ടെ. അർജുന്റെ ശരീരത്തിൽ ദുരാത്മാവ് കൂടിയതാണോ അതോ ദുരാത്മാവ് അർജുന്റെ രൂപത്തിൽ വന്നതാണോ? ഈ കാര്യം പെട്ടെന്ന് വീട്ടിൽ എല്ലാവരോടും പറയണം. പറഞ്ഞ മതിയാകൂ. നീ കണ്ടല്ലേ, നിനക്കെല്ലാം അറിയാലേ. നീ വീട്ടിലുള്ള എല്ലാവരോടും പറയുന്നതിന് മുമ്പ് നിന്നെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാം. ഇനി ഇവനെ വെച്ചേക്കാൻ പാടില്ല.
ഏട്ടാ ഏട്ടാ എന്താ പറ്റി? അയ്യോ, എന്താ പറ്റി ഏട്ടാ? അച്ഛാ, എന്ത് പറ്റി, അച്ഛാ? എന്താ ആദിത്യ, എന്ത് പറ്റി മോനെ? ഏട്ടാ, ആദിത്യ, നിനക്ക് എന്ത് പറ്റി? എന്താ പറ്റി പറയേ?